തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി രൂക്ഷം 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. തിരുനെൽവേലിയിലെ താമ്രപർണി നദി കരകവിഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലായി. 4 വ്യോമസേന ഹെലികോപ്റ്ററുകളും 2 നാവികസേന ഹെലികോപ്റ്ററുകളും 2 തീരരക്ഷാസേന ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 10 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ എയർ ഡ്രോപ്പ് ചെയ്തു. തമിഴ്നാട്ടിലാണ് ഇത്ര വലിയ വെള്ളപ്പൊക്കം. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ വലിയ പ്രളയത്തിൻ്റെ കെടുതിയിലാണ് ഇപ്പോൾ ഉള്ളത്. സജയകുമാർ വിവരങ്ങൾ പങ്കുവെക്കും. സജയകുമാർ, കെടുതി അവസാനിക്കുന്നില്ല, ഇപ്പോഴും കാര്യങ്ങൾ രൂക്ഷമായി തുടരുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും തെക്കൻ ജില്ലകളിൽ വലിയ പ്രളയക്കെടുതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മഴ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ മഴ കുറഞ്ഞെങ്കിലും പല സ്ഥലങ്ങളിലും, അതായത് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലയിലെ പല ഗ്രാമങ്ങളിൽ നിന്ന് ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പല ഗ്രാമങ്ങളിലും നൂറുകണക്കിന് വീടുകളിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരാൻ പോലും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ വൈദ്യുതി ബന്ധം പലയിടത്തും കട്ട് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ. ചില സ്ഥലങ്ങളിൽ റോഡുകൾ ഉപരോധിച്ച ജനം വൈദ്യുതി കണക്ഷൻ കൊടുക്കുവാനും കുടിവെള്ളം അതേപോലെ ഭക്ഷണം എത്തിക്കുവാനും വേണ്ടി ആവശ്യപ്പെട്ട റോഡ് ഉപരോധം വരെ നടത്തി വരുന്നു. അതേപോലെ ശ്രീവൈകുണ്ഠത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദ്വീപ് പോലെ കുടുങ്ങിയ ട്രെയിൻ തിരുച്ചെന്തൂർ എക്സ്പ്രസിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് 500-ൽ പരം യാത്രക്കാരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി വാഞ്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ മൂലം അവരെ ിലേക്ക് രാത്രി 11:15 അയച്ചിട്ടുണ്ട് അവരവരുടെ വസതികളിലേക്ക്. അതിൽ 900-ൽ പരം യാത്രക്കാരെയാണ് ചെന്നൈയിലേക്ക് 957 യാത്രക്കാരാണ് സ്പെഷ്യൽ ട്രെയിൻ മൂലം ശ്രീവൈകുണ്ഠത്ത് നിന്ന് ട്രെയിനിൽ നിന്നും രക്ഷപ്പെടുത്തി അയച്ചിരിക്കുന്നത്. NDRFും ഫയർഫോഴ്സും പുറമെ ഇന്ത്യൻ സൈന്യവും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7 വ്യോമസേനയുടെയും 7 വിമാനങ്ങളാണ്, ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അതേപോലെ രക്ഷാപ്രവർത്തനത്തിനും ഏർപ്പെട്ടിരിക്കുന്നത്. ചെന്നൈ തൂത്തുക്കുടി വിമാന സർവീസ് 3 ദിവസമായി മുടങ്ങിയെങ്കിലും ഇന്ന് രാവിലെ മുതൽ വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. വാഞ്ചിമണിയാച്ചിയിൽ നിന്ന് എത്തിച്ചാണ് പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഈടുപെടുന്ന ആൾക്കാരെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്നത് ബസ്സുകൾ മൂലം. അതേപോലെ മിഗ്ജാം ചുഴലിക്കാറ്റ് ഏർപ്പെടുത്തിയ നാശനഷ്ടം തുടർന്ന് ഇപ്പോൾ ഈ പ്രളയക്കെടുതിയും ചേർന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച കൂടുതൽ നിവാരണം ആവശ്യപ്പെട്ട് ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുകയുണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൂത്തുക്കുടി അതേപോലെ തിരുനെല്വേലി പോലുള്ള പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു. കേന്ദ്ര സംഘവും ഇന്ന് പ്രളയക്കെടുതി വിലയിരുത്താനായി തിരുനെല്വേലി, തൂത്തുക്കുടി ജില്ലകളിൽ സന്ദർശിക്കുന്നു. 10,000-അധികം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഇപ്പോഴും ഇന്നലെ വരെ 9 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും രക്ഷാപ്രവർത്തനം എത്താത്ത പല ഗ്രാമങ്ങൾ, അതുപോലെ കൃഷിഭൂമി 10,000-കണക്കിന് ഏക്കർ വാഴ, നെല്ല്, അതേപോലെ പച്ചക്കറി തോട്ടങ്ങൾ ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്. ഇതിനാൽ കർഷകരും വലിയ ദുരന്തത്തിലാണ്. രഞ്ജിത്ത്.